കിടന്നുകൊണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഒരു അമ്മയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണം. ഹായ്, ഐ എം ഡോക്ടർ സനീറ. ഐ എം എ ഹോമിയോപ്പതിക് പ്രാക്ടീഷണർ. ഞാൻ നോർത്ത് പറവൂരിൽ പ്രാക്ടീസ് ചെയ്യുന്നു. കൊച്ചു കുഞ്ഞുങ്ങളിൽ, പ്രത്യേകിച്ച് നവജാത ശിശുക്കളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മൂക്കില് ചെറുതായി കഫം നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെ വല്ലാതെ കുറുങ്ങുന്ന ശബ്ദവും അവർക്ക് പാല് കുടിക്കാൻ പ്രയാസവും, ഇനി പാല് കൊടുത്ത് ഉറക്കി കിടത്തി കഴിഞ്ഞാൽ ഈ മൂക്കടപ്പ് കാരണം ഇടയിലിടയിൽ ഉറക്കം വിട്ടുണരാനും കരയാനും ഈ രീതിയിൽ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളും അത് കണ്ട് പേടിക്കുന്ന അമ്മമാരും. ഇത് സ്നഫിൾസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അല്ലാതെ അമ്മമാർ ഭയക്കുന്നത് പോലെ ഇത് ആസ്മയോ വലിവോ ന്യൂമോണിയോ അങ്ങനെയൊന്നും അല്ല. സ്നഫിൾസ് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. വളരെ കുഞ്ഞു കുട്ടികൾ, അതായത് 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളിലാണ് സ്നഫിൾസ് പ്രധാനമായും വരാറ്. എന്തുകൊണ്ട് ഇവരെ മാത്രം ഇത് ബാധിക്കുന്നു എന്ന് നോക്കാം. വളരെ കുഞ്ഞു കുട്ടികളുടെ അവരുടെ മൂക്കിന്റെ സൈസ് വളരെ ചെറുതാണ്. ചെറുതായി കഫം ഇരുന്നാൽ തന്നെ മൂക്ക് പെട്ടെന്ന് അടയാനും ശ്വാസം മുട്ട് പോലെ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ കുഞ്ഞ് ജനിച്ച ഉടനെയാണ് അവരുടെ ശ്വസന പ്രക്രിയ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അവരാദ്യമായി നമ്മുടെ അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കുന്നത്. നമ്മുടെ വായു എന്ന് പറയുന്നത് അത്ര പ്യുവർ അല്ല, നമുക്ക് നല്ലോണം അറിയാം. വളരെയധികം പൊല്യൂട്ടൻസും ഇറിറ്റൻസും ഒക്കെ നിറഞ്ഞ ഒരു എയർ ആണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ഡസ്റ്റ് ഉണ്ടാവും, സ്മോക്ക് ഉണ്ടാവും. പിന്നെ കുഞ്ഞുങ്ങൾ അടക്കുന്ന മുറിയിൽ നമ്മൾ പ്രത്യേകിച്ച് കുന്തിരിക്കം കത്തിക്കും, കൊതുക് കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൊതുക് തിരി കത്തിക്കും. ഈ രീതിയിൽ സ്ട്രോങ് പെർഫ്യൂംസ് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിന്റെ ശ്വസന പ്രക്രിയ മൂക്കിലെ ദശയൊക്കെ വളർന്നു തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒരു അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാനും ഈ രീതിയിൽ സ്നഫിൾസ് ആയി ഡെവലപ്പ് ആവാനും ചാൻസ് ഉണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കുട്ടികൾ ഈ ഒരു സിംറ്റം വരുന്നത് നോക്കാം. ജനിച്ച് 1-2 ദിവസമായ കുട്ടികളിലടക്കം സ്നഫിൾസ് കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പ്രസവ സമയത്ത് അമ്മയുടെ വയറ്റിലെ ഗർഭപാത്രത്തിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അറിയാതെ ചെറിയ അളവിലെങ്കിലും അവരുടെ മൂക്കിൽ കയറി കഴിഞ്ഞാൽ ഈ രീതിയിൽ സ്നഫിൾസ് ആയി മാറും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും അലർജിക് റിയാക്ഷൻസ്, പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് വന്നാൽ കുഞ്ഞല്ലേ, അപ്പോൾ കാണാൻ വരുന്നവരെല്ലാവരും കുഞ്ഞിനെ കയ്യിൽ വാരി എടുക്കും. അതോടുകൂടെ ആർക്കെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പടർന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും സ്നഫിൾസ് ആയി കുട്ടികൾക്ക് വരാറുണ്ട്. പിന്നെ ഫീഡിങ് ടെക്നിക്സ്, ആ ഒരു പാല് കൊടുക്കുന്ന ടെക്നിക്സിലുള്ള ചില തെറ്റുകൾ കാരണവും സ്നഫിൾസ് വരുന്നുണ്ട്. അതായത് നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ തല ഉയർന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും കിടന്നുകൊണ്ട് പാല് കൊടുക്കാതിരിക്കണം. പിന്നെ ഓവറായിട്ട് ഫീഡ് ചെയ്യാതിരിക്കണം. പിന്നെ പാല് കൊടുത്ത് നല്ല രീതിയിൽ ഗ്യാസ് ഒക്കെ കളഞ്ഞ് ബർപ്പ് ചെയ്തിട്ട് മാത്രം കുഞ്ഞിനെ നിരപ്പായ കട്ടിലിൽ കിടത്തുക. ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് പാല് തികട്ടി വരുമ്പോൾ അറിയാതെ അത് പുറകുവശത്ത് കൂടെ മൂക്കിനകത്ത് കയറാനും അത് സ്നഫിൾസ് ആയി മാറുകയും ചെയ്യും. പിന്നെ 4മതായി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ ഉറക്കി കിടത്തുന്ന മുറിയിലെ വായു വളരെയധികം ശുദ്ധമായിരിക്കണം. കൂടാതെ ഒരിക്കലും ഡ്രൈ എയറിലായിട്ട് കുട്ടി എക്സ്പോസ്ഡ് ആവരുത്. അതായത് ഫാനിന്റെ ഡയറക്റ്റ് താഴെ കിടത്തുക, അല്ലെങ്കിൽ AC വെന്റിന്റെ ഡയറക്റ്റ് താഴെ, പ്രത്യേകിച്ച് സ്നഫിൾസ് ഡെവലപ്പ് ആയിരിക്കുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് അതിന്റെ സിംറ്റംസ് കൂട്ടേയുള്ളൂ. സ്നഫിൾസ് നമുക്ക് വീട്ടിൽ തന്നെ ആദ്യം കെയർ ചെയ്യാൻ എങ്ങനെ പറ്റും നോക്കാം. ആദ്യം ഫീഡിങ് ടെക്നിക്സ് ഒക്കെ കറക്റ്റ് ചെയ്യുക, നല്ലോണം ബർപ്പ് ചെയ്തിട്ട് കിടത്തുക, തല കുറച്ച് ഉയർന്ന രീതിയിൽ തന്നെ കിടത്താൻ ശ്രമിക്കുക. എന്നിട്ട് മൂക്കടപ്പുണ്ട്, കുഞ്ഞിന് പാൽ കുടിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ആ പാൽ കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറുതായിട്ട് നേസൽ ഡ്രോപ്സ്, അതായത് സെലൈൻ ഡ്രോപ്സ് മൂക്കിന്റെ രണ്ട് മൂക്കിലും ഓരോ ഡ്രോപ്പ് വെച്ചിട്ടിരിക്കാം. ഇനി എന്നിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ അമ്മ കുഞ്ഞിനെയും കൈ ഇരുത്തി ഒരു സ്റ്റീംഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ സ്റ്റീം നിറഞ്ഞ ഒരു മുറിയിൽ അല്പനേരം ഇരിക്കുന്നത് നല്ലതാണ്. ഡയറക്റ്റായിട്ട് സ്റ്റീം കുഞ്ഞിന്റെ മൂക്കിൽ കൊടുക്കാതിരിക്കുക. പിന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ബൾബ് സിറിഞ്ച് എന്ന് പറഞ്ഞിട്ട്. അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതാണ്. അത് വാക്യൂം വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് പ്രസ് ചെയ്തുകൊണ്ട് മൂക്കിൽ അതിന്റെ നോസിൽ വെച്ച് കഴിഞ്ഞിട്ട് ആ മൂക്കിനകത്തിരിക്കുന്ന കഫം വലിച്ചെടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്നഫിൾസിനെ വീട്ടിൽ കെയർ ചെയ്തുകൊണ്ട് തന്നെ മാറ്റാം. എന്നാൽ ചില കുട്ടികളിൽ നമുക്കിത് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ അത് പനിയായി മാറിയിട്ടുണ്ടാവും. ഒട്ടും അവർ ഉറങ്ങുന്നുണ്ടാവൂല, ഒട്ടും പാൽ കുടിക്കാൻ പറ്റുന്നുണ്ടാവൂല. അതുപോലെ ശ്വാസത്തിന്റെ ഗതിയൊക്കെ കൂടുതലാവുകയും, അല്ലെങ്കിൽ ഓരോ തവണ ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചും വയറൊക്കെ അകത്തോട്ട് വലിയ, ശ്വാസം കിട്ടാതെ ചിലപ്പോൾ മുഖമൊക്കെ കരിനീലിക്കുക, അതായത് വായോ ചുണ്ടോ ഒക്കെ കരിനീലിക്കുക. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വീട്ടിൽ തന്നെ നമ്മൾ ചികിത്സിച്ച് തുടർന്ന് കൊണ്ടുപോകരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്തുള്ളൊരു നല്ലൊരു ഡോക്ടറിനെ കാണിച്ചുകൊണ്ട് ചികിത്സ തുടരണം. ഹോമിയോപ്പതിയിൽ കുഞ്ഞിൻ്റെ കഫത്തിൻ്റെ ഈ കട്ടിപ്പ് മാറ്റി അത് അലിയിക്കാനും മൂക്ക് തുറക്കാനും മൂക്കിലെ വീക്കം കുറയ്ക്കാനും, പിന്നെ മിൽക്ക് റിഫ്ലക്സ് കൊണ്ടാണ് ഇത് വന്നതെങ്കിൽ അതിൻ്റെതായ ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് കാരണം അറിഞ്ഞുകൊണ്ടുള്ള ചികിത്സ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മമാരെപ്പോഴും ആ ഒരു ഫീഡിങ് ടെക്നിക്സ് കറക്റ്റ് ചെയ്യാൻ നോക്കുക. കുഞ്ഞിനെ കിടത്തുന്ന മുറി വളരെയധികം
പ്യുവറായിട്ടുള്ള എയർ, അന്തരീക്ഷ മലിനീകരണമൊന്നും ഇല്ലാതെ അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് കുട്ടികളെ അതനുസരിച്ചിട്ട് കെയർ ചെയ്യുക. സൈനിങ് ഓഫ്, ഡോക്ടർ സനീറ. താങ്ക് യു.